ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പാർവതി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണയായിട്ടും ഗേൾസിന് വേണ്ടി മാത്രമുള്ള ബ്യൂട്ടി ടിപ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കായിട്ടാണ്, ഒരു ടീ ടാൻ പാക്കായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നല്ല ചൂടാണ്, നല്ല ഹെവി ഒരു ചൂടാണ് നമ്മളിപ്പോൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബോഡി ഫുൾ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലായാലും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലായാലും നല്ലതായിട്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലിക്ക് പോയിട്ട് വരുമ്പോഴും അങ്ങനെ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് വന്നാലും സൺസ്ക്രീൻ യൂസ് ചെയ്താലും ഷീൽഡ് യൂസ് ചെയ്താലും എന്തൊക്കെ യൂസ് ചെയ്താലും നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ല കരിവാളിപ്പ് കാണാറുണ്ട് ഇപ്പോൾ. കാരണം അത്രയ്ക്ക് ചൂടാണ് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ കരിവാളിപ്പ്, നമ്മുടെ മുഖത്തുള്ള ആ കരിവാളിപ്പൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീ ടാൻ പാക്കായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാതെ ഒന്നും പുറത്തോട്ട് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. കാരണം ഭയങ്കര ചൂടാണ്, നമ്മുടെ ബോഡിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചൂടാണ് ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക എല്ലാവരും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സ്, ചെറിയ പാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യുക ആഴ്ചയിൽ 1-2 പ്രാവശ്യം. കാരണം ഈ ചൂട് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ചെറിയ പാക്കുകൾ, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ചെറിയ പാക്കുകൾ നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീ ടാൻ പാക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പാക്കായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്താൽ ഇതുപോലെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ബ്യൂട്ടി ടിപ്സും അല്ലെങ്കിൽ ഓരോ യൂസ്ഫുൾ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോ ഉണ്ടാലോ. ഫസ്റ്റ് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാനിലിട്ട് മഞ്ഞൾപ്പൊടി സ്വിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അത് നന്നായിട്ട് ചൂടായി ഒന്ന് കളറൊക്കെ മാറി കരിയാതെ നോക്കുക, സൂക്ഷിച്ച് വേണം, നല്ല ക്ഷമ വേണം. അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ആ ചൂടാക്കിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പം മഞ്ഞൾപ്പൊടി ചൂടാക്കിയത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ബോയ്സിനും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ടീ ടാൻ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകരുത്, അപ്പം ശ്രദ്ധിച്ച് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്തിടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫി പൗഡറാണ്. അപ്പോൾ കോഫി പൗഡർ ഒരു 1/2 സ്പൂൺ കോഫി പൗഡറും കൂടി ഇടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ തേനാണ്. അപ്പം 1 സ്പൂൺ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആ പാക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് വെള്ളം പോലെ ആവരുത്. കാരണം ഒരുപാട് വെള്ളം പോലെ ആയാലും നമ്മുടെ മുഖത്ത് ഇട്ടാലിങ്ങനെ ഒലിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം പോലെ ആക്കാതെ കുറച്ചൊരു
മീഡിയം ടെക്സ്ചറിൽ വേണം നമ്മൾ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആവുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമ്മുടെ ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ അമ്മ ഇരിപ്പുണ്ട്. ഹായ് പറയാം. ഹായ്. അതൊക്കെ വരുമോ? അപ്പോൾ ഞാനിട്ടിട്ട് അമ്മയ്ക്കും കൂടി ഫസ്റ്റ് അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനും കൂടി അപ്ലൈ ചെയ്യാം. കാരണം വെയിലത്തൊക്കെ പോയി നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയുടെ മുഖത്ത്. അപ്പോൾ അമ്മയ്ക്ക് ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മുഖം കഴുകിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് ഫേസ് പാക്കും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ സ്ക്രബൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാഷ് ചെയ്ത് കളയാവുള്ളൂ. കഴുത്തിലും ഇടാം, അതേപോലെ തന്നെ കയ്യിലും എല്ലായിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അമ്മ എന്താ മിണ്ടായിരിക്കുന്ന? ആദ്യത്തെ വീഡിയോയിൽ അമ്മയുള്ള ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും കുറേ പേര് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മയുടെ അടുത്ത വീഡിയോ കാണണം എന്നും പറഞ്ഞിട്ട്. ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് ഫാൻസ് കൂടി. അപ്പോൾ ബാലൻസ് വന്നത് നമുക്ക് കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് മുഖം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ റിസൾട്ട് എന്ന് കാണാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ മുഖം വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഇപ്പം നന്നായിട്ട് മുഖം കഴുകി ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. അപ്പം എന്താണ് തോന്നുന്നതെന്ന് മുഖത്തെ കരിവാളിപ്പൊക്കെ മാറി ഒരു ഒറ്റ തവണ തന്നെ ചെയ്തപ്പം പിന്നെ ഒരു സോഫ്റ്റ് ഉണ്ട് മുഖത്ത്. ഇത്രയുള്ളൂ. ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ മുഖത്ത് ആ വെയിൽ കൊണ്ടിട്ടുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. മുഖത്ത് ആ ഒരു കറുത്ത ഒരു ഇതൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ കോഫി പൗഡറും പാലും യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നല്ല എക്സ്ഫോളിയേറ്റ് ആവാനും അതേപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇതൊരാഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അമ്മ അങ്ങോട്ട് നോക്കി ചിരിച്ചത് അച്ഛൻ അവിടെ കിടക്കുന്നുണ്ട്, അച്ഛൻ അവിടെ കിടന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് നോക്കി ചിരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ഈ ചൂട് കാലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡീറ്റ് ആൻഡ് പാക്ക് ആയിരുന്നു ഇന്നത്തെ വീഡിയോ. അതും ഒരുപാട് ടൈമൊന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഈ താപനില കൂടി നിൽക്കണം. ഇപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് നമ്മുടെ ഈ താപനില ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് അങ്ങോട്ട് എഫേർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. കാരണം നമ്മളൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരും നമ്മുടെ ബോഡിയായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലത്തെ ഓരോ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഓരോ പാച്ചസ് പോലെ ഇങ്ങനെ
പൊരിഞ്ഞളവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡീറ്റാൻ പാക്കാണിത്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ളവരാണ്, മഞ്ഞൾപ്പൊടിക്കൊക്കെ സൈഡ് എഫക്റ്റ് ഉള്ളവരാണ് അല്ലെങ്കിൽ അലർജി ഉള്ളവരാണ് എങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണ്ട. അല്ലാത്തവരാണ് എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് വേണ്ട, ഉപേക്ഷിച്ചേരെ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ